മക്കളെ, 1 മിനിറ്റ് കൊണ്ട് 4 മാർക്കിന്റെ ചോദ്യം ഞാൻ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ പോവാ. സെറ്റ് അല്ലേ? അപ്പൊ നോക്ക, 3 ആൾക്കാരെ തന്നിട്ടുണ്ട്. ഇവര് 3 പേരുടെയും പ്രത്യേകത എന്താ? 3 ആൾക്കാരുടെയും അറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവര് 3 പേരും ഐസോട്ടോപ്പ് ആണ്. ഇവർ ആരുടെ ഐസോട്ടോപ്പാ? കാർബണിന്റെ ഐസോട്ടോപ്പ് ആണ്. സോ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഫോർ ഏജ് ഓഫ് ഫോസിൽസ്, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? അത് C614 ആണ് അല്ലെ. കാർബണിന്റെ ഐസോട്ടോപ്പ് ആയിട്ടുള്ള C614നെയാണ് ഏജ് ഓഫ് ഫോസിൽസ്, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ നമ്മൾ ഉപയോഗിക്കുക. ഇനി മോസ്റ്റ് അബണ്ടന്റ് ഐസോട്ടോപ്പ്, ഏറ്റവും സുലഭമായത് ലഭ്യത കൂടിയ ഐസോട്ടോപ്പ് ഏതാണ്? അത് C612 ആണ് കേട്ടോ. ഒന്നാമത്തെ ഐസോട്ടോപ്പ് C612 ആണ്, ഏറ്റവും അബണ്ടന്റും ഏറ്റവും ലഭ്യത കൂടിയതുമായിട്ടുള്ളത്. ഇനി മെറ്റബോളിക് പ്രോസസ്സസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, സസ്യങ്ങളിലെയും ജന്തുക്കളിലെയും ജീവൽ പ്രവർത്തനം പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? അത് C613 ആണ്. അപ്പൊ 3 ഐസോട്ടോപ്പുകളുടെ യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ളത്, ലഭ്യത കൂടിയത് C612 ആണ്. ഇനി ജീവൽ പ്രവർത്തനങ്ങളെ പഠിക്കാൻ, മെറ്റബോളിക് പ്രോസസ്സ് പഠിക്കാൻ നമ്മൾ C613 ഉപയോഗിക്കുന്നു. ഏജ് ഓഫ് ഫോസിൽസ്, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ നമ്മൾ C614 ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിലെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്, കാർബണിന് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പേ ഉള്ളൂ, അത് ഏതാണെന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക.